പഠനം ഓഡിയോ നമ്പർ 2. ഹദീസ് 6. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റിഅലൻ വദക്വാന വഉസയ്യ വബനി ലഹ്യാന ഇസ്തമദ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അദുബിൻ. റിഅൽ, ദക്വാൻ, ഉസയ്യ തുടങ്ങിയ ഗോത്രങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരുടെ ശത്രുക്കൾക്കെതിരിൽ അവരെ സഹായിക്കാൻ ആളയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അഭ്യർത്ഥിച്ചു. ഫഅമദ്ദഹും ബിസബഈന മിനൽ അൻസ്വാർ. അപ്പോൾ അൻസ്വാരി സ്വഹാബികളെപ്പെട്ട 70 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തേക്ക് അയച്ചു. കുന്നാ നുസമ്മീഹിം അൽ ഖുറാ ഫി സമാനിഹിം. അവരുടെ കാലത്തെ ഖുറാ എന്ന് നമ്മൾ അവരെ വിളിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നന്നായി അറിയാവുന്നവരായിരുന്നു അവർ, ആ സ്വഹാബികൾ. കാനൂ യഹ്തഖിബൂന ബിന്നഹാരി വയസല്ലൂന ബില്ലൈൽ. അവർ പകൽ സമയത്ത് വിറക് കെട്ടി ചുമക്കുമായിരുന്നു, അതായത് അധ്വാനിക്കുമായിരുന്നു. വയസല്ലൂന ബില്ലൈൽ, രാത്രി ഇന്ന് നമസ്കരിക്കുമായിരുന്നു. ഹത്താ കാനൂ ബി ബിഇർ മഊനത ഖതലൂഹും. അങ്ങനെ ബിഇർ മഊനത്തിലെത്തിയപ്പോൾ ആ ശത്രുക്കൾ എന്ത് ചെയ്തു? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം ആവശ്യപ്പെട്ട അവർ ഈ സ്വഹാബികളെ വധിച്ചു. വഗദറു ബിഹിം, അവരോട് അവർ ചതി ചെയ്തു. ഫബലഗൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വാർത്ത ലഭിച്ചു. ഫഖനത ശഹ്റൻ യദ്ഉ ഫി സുബ്ഹ്. സുബ്ഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസം ഖുനൂത്ത്, പ്രത്യേക പ്രാർത്ഥന, റുകൂഅ് കഴിഞ്ഞ ശേഷം ഇഅ്തിദാൽ അലാ അഹ്യാഇൻ മിൻ അഹ്യാഇൽ അറബി അലാ റിഅലിൻ വദക്വാന വഉസയ്യ വബനി ലഹ്യാൻ. ഈ പറയപ്പെട്ട ഗോത്രങ്ങൾക്കെതിരിൽ. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖറഅനാ ഫീഹിം ഖുർആനൻ. അവരുടെ വിഷയത്തിൽ ഖുർആൻ ഞങ്ങൾ ഓതിയിരുന്നു. സുമ്മ ഇന്ന ദാലിക റുഫിഅ, പിന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ടു. ആ വചനങ്ങൾ എന്തായിരുന്നു ഖുർആനിലുണ്ടായിരുന്ന? ബല്ലിഗൂ അന്നാ ഖൗമന, ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങളെ തൊട്ട് നിങ്ങൾ എത്തിക്കുക, അറിയിക്കുക. അന്നാ ലഖീന റബ്ബന, ഞങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഫറദിയ അന്നാ വഅർദാന, അവൻ ഞങ്ങളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞങ്ങളെ അവൻ തൃപ്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഹദീസ് 7. അൻ സമുറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമുറയിൽ നിന്ന് നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തവദ്ദഅ യൗമൽ ജുമുഅത്തി ഫബിഹാ. ആരൊരുത്തൻ ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം വുളൂ ചെയ്തുവോ അത് അവന് നല്ലതാണ്. വനിഅമത് വമനിഅ്തസല ഫഹുവ അഫ്ദലു. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ആരെടുത്തൻ കുളിച്ചുവോ അത് കൂടുതൽ ശ്രേഷ്ഠമാണ്. ഹദീസ് 8. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല, അദ്ദേഹം പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു, ബി റകഅതൈ ദുഹ, 2 റക്അത്ത് ദുഹ കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദുഹ നമസ്കാരം നിർവഹിക്കാൻ എന്നോട് കൽപ്പിച്ചു. അല്ല അനാമ ഇല്ലാ അലാ വിത്രിൻ, വിത്ർ നിസ്കരിക്കാതെ ഞാൻ ഉറങ്ങരുതെന്ന്. എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ വിത്ർ അതുകൂടെ കഴിഞ്ഞിട്ട് അവസാനമാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വിത്ർ ആദ്യത്തെ നിസ്കരിക്കണം. വസിയാമി സലാസത്തി അയ്യാമി മിന ശഹർ. അതേപോലെ മൂന്നാമതൊരു കാര്യം കൽപ്പിച്ചത് എന്താണ്? മാസത്തിൽ 3 ദിവസം നോമ്പ് നോൽക്കണമെന്നും, സുന്നത്ത് നോമ്പ്. അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് നോൽക്കാം, 13, 14, 15. ഹദീസ് 9. അൻ ആയിഷത അന്ന അഫ്ലഹ അഖാ അബി അൽ ഖുഐസ് ജാഅ യസ്തഇദിനു അലൈഹ. അഫ്ലഹ് അബുൽ ഖുഐസിൻ്റെ സഹോദരൻ, അവരടുത്ത്, അതായത് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത്, ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു അങ്ങോട്ട് പ്രവേശിക്കാൻ. വഹുവ അമ്മുഹ മിനർ റളാഅ. ഈ അഫ്ലഹ് എന്നവർ മുലകുടി ബന്ധത്തിൽ, റളാഅത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതൃവ്യനാണ്. ബഅദ അൻ നസലൽ ഹിജാബ്, ഹിജാബിൻ്റെ ആയത്ത് അവതരിച്ച ശേഷമാണ് ഇങ്ങനെ
അനുവാദം ചോദിച്ചത്. ഫഅബൈതു, അപ്പോൾ ഞാൻ അത് വിസമ്മതിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അൻ ആദന ലഹു, അദ്ദേഹത്തിന് അനുമതി കൊടുക്കാൻ. ഫലമ്മ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബർതുഹു, അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഞാൻ ആ കാര്യം വിവരം പറഞ്ഞു. ഇങ്ങനെ എൻ്റെ അടുത്ത് പ്രവേശിക്കാൻ വേണ്ടി അഫ്ലഹ അനുവാദം ചോദിച്ചിട്ടുണ്ട് എന്ന്. ബില്ലദീ സ്വനാത്തു, എന്നിട്ട് ഞാൻ അനുവാദം കൊടുത്തില്ല എന്നുള്ളതും ബില്ലദീ സ്വനാത്തു, ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ള വിവരം ഞാൻ റസൂലിനെ അറിയിച്ചു. ഫഅമറനി അൻ ആദന ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അനുമതി കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു എന്നാണ്. അത് റളാഅത്തിലുള്ള അമ്മ് പിതൃവൻ ആണെങ്കിലും റളാഅത്തിലുള്ള എളാപ്പ മുത്താപ്പ ഒക്കെ ആണെങ്കിലും അവർ മഹറമാണ്. അപ്പോൾ മഹറമിൻ്റെ അടുത്ത് ഹിജാബ് പാലിക്കണം എന്നില്ല എന്നതാണ്. ഹദീസ് 10. അൻ ഷുറൈഹ് ബിൻ ഹാനി قال سألت عائشة رضي الله عنها عن المسح على الخفين, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഖുഫ്ഫുമേൽ തടവുന്നത് സംബന്ധിച്ച് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, ഇഅ്തി അലിയൻ ഫഇന്നഹു അഅലമു ബിദാലിക മിന്നി, അലി റളിയല്ലാഹു അൻഹു പോയി ചോദിക്കൂ, അദ്ദേഹം എന്നെക്കാളും ഈ വിഷയം അറിയുന്നവനാണ്. ഫഅതൈതു അലിയൻ, അങ്ങനെ ഞാൻ അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നു. ഫസഅൽതുഹു അനിൽ മസ്ഹി, ഖുഫ്ഫുമേൽ തടവുന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനാ അൻ യംസഹ അൽ മുഖീമു യൗമൻ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ താമസിക്കുന്ന ആൾ ഒരു പകൽ ഒരൈലത്തൻ, ഒരു രാത്രിയും ഖുഫ്ഫുമേൽ തടവാമെന്ന് ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. വൽ മുസാഫിറു സലാസ, ഒരു യാത്രക്കാരനാണെങ്കിൽ 3 രാത്രി 3 പകലും 3 ദിവസം ഫുൾ ദിവസം. അപ്പോൾ ഖുഫ്ഫുമേൽ തടവുക എന്നാണ് എന്താണ്, അന്നത്തെ ഖുഫ്ഫുകൾ നല്ല കട്ടിയുള്ളതായിരുന്നു, അത് ഉപയോഗിച്ച് നടക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഖുഫ്ഫുമേൽ തടവുക എന്ന് പറഞ്ഞാൽ ഖുഫ്ഫ ധരിക്കുന്നതിന് മുമ്പ് വുദു ഉണ്ടായിരിക്കണം. എന്നിട്ട് വുദു എടുത്തിട്ട് ഖുഫ്ഫ ധരിച്ചിട്ട് പിന്നെ ഓരോ വുദുവിൻ്റെ സമയത്തും എന്ത് ചെയ്യണ്ട, ഖുഫ്ഫ നീക്കണം എന്നില്ല. ഖുഫ്ഫ നീക്കാതെ തന്നെ അതിൻ്റെ മേലെ തടവിയാൽ മതി കാല് കഴുകുന്നതിന് പകരം. പക്ഷെ കാല് കഴുകൽ നിർബന്ധമായ ഭാഗം മൊത്തം ഖുഫ്ഫ ധരിച്ചിരിക്കണം. ഇന്നത്തെ സോക്സുകളുണ്ടല്ലോ നൈസായിട്ടുള്ള, അതിൻ്റെ മേലെ ഇങ്ങനെ തടവാൻ പറ്റുമോ പറ്റില്ലെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അനുവദനീയാണെന്നും ചിലർ കട്ടി ഉള്ളതാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിച്ച് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള കട്ടി ഉള്ളതാണെങ്കിൽ മാത്രമേ അനുവദനീയാവൂ എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്.